ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. വാൽമീകിർഗിരിസംഭൂതം രാമംഭോനിധി സംഗത ശ്രീമന്ദ്രാമായണീ ഗംഗാപുനാദി ഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയിൽ 40ാമത്തെ പ്രഭാഷണത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നേരത്തെ രാമാഭിഷേകം ദശരഥൻ തീരുമാനിച്ചതും അതിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചതും കേട്ടു കഴിഞ്ഞു. അതിനുശേഷം 5, 6, 7 മുതലായ അധ്യായങ്ങളിലായിട്ട് 8 വരെയുള്ള അധ്യായങ്ങളാണ് ഇപ്പോൾ നോക്കുന്നത്. എന്തൊക്കെയാണ് സംഭവം ഉണ്ടായത്? 5ലും 6ലൊക്കെ ഈ അഭിഷേകത്തിന് ഒരുക്കങ്ങളെ പറ്റിയും ഈ അഭിഷേക നിശ്ചയത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് ജനങ്ങൾ വളരെ സന്തോഷിച്ചവരായി തീർന്നു എന്നൊക്കെ വർണ്ണിക്കുകയാണ്. അവിടെ കാണാം 5ാമത്തെ അധ്യായത്തിൽ 5ാമത്തെ സർഗത്തിലെ സന്ധിശ്യരാമം നൃപതി ശോഭാവിന്യഭിഷേകനെ പുരോഹിതം സമാഹൂയ വസിഷ്ഠമിതം ബ്രവീത്. പിറ്റേന്ന് പൂയനാളിലാണ് അഭിഷേകം നിശ്ചയിച്ച് വളരെ തിടുക്കപ്പെട്ടാണ് തീരുമാനിച്ചത്. നമ്മൾ കണ്ടു. ഒരു ദിവസത്തെ ഇടവേളയുള്ളൂ. ഇടവേള തന്നെ ഉണ്ട് പറഞ്ഞുള്ള ഇന്ന് തീരുമാനിച്ചു. നാളെ അഭിഷേകം ചെയ്യാം എന്ന് തീരുമാനിച്ചു. രാജാവ് ദശരഥൻ വസിഷ്ഠനെ, കുലഗുരുവായ വസിഷ്ഠനെ വിളിച്ചിട്ട് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. അങ്ങ് രാമഗൃഹത്തിൽ പോയിട്ട് വിധിപ്രകാരം ആ സീതയെയും രാമനെയൊക്കെ ഉപവാസം മുതലായത് അനുഷ്ഠിപ്പിക്കണം. ആചാര്യനാണല്ലോ കർമ്മങ്ങൾ ചെയ്യിക്കേണ്ടത്. അതുകൊണ്ട് പറയാണ്, ഗച്ഛോപവാസങ്കാലുസ്തങ്കാരേ അദ്യത്തബോധന ശ്രേയസേ രാജ്യലാഭായ വധ്വാസഹേതം വ്രത. വധുവിനോടുകൂടി സീതയോട് കൂടിയിട്ട് ഉപവാസം ചെയ്യട്ടെ രാമൻ. അതൊക്കെ വേണ്ട രീതിയിൽ പറഞ്ഞ് ചെയ്യിക്കണമെന്ന് പറഞ്ഞു. വസിഷ്ഠനാകട്ടെ രാജാജ്ഞ അനുസരിച്ച് രാമഗൃഹത്തിലേക്ക് പോകുന്നതും വഴിക്ക് സ്ഥലങ്ങളിലൊക്കെ ജനങ്ങൾ ആഹ്ലാദഭരിതരായി നിൽക്കുന്നതും ഒക്കെ വസിഷ്ഠൻ കാണുകയാണ്. അങ്ങനെ അദ്ദേഹം രാമഗൃഹത്തിൽ വീണ്ടും പോയി. രാമഭവനം പ്രാപ്യ പാണ്ഡുരാഭ്രകനം പ്രഭം. വെൺമേഘം പോലെ വെളുത്ത മേഘമാലകൾ പോലെ ശോഭിക്കുന്നതായ രാമൻ്റെ ഗൃഹത്തിൽ ചെന്നു. ഗുരുനാഥൻ വരുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ രാമൻ അടുത്തേക്ക് ചെന്നു. അദ്ദേഹത്തെ തേരിൽ നിന്ന് കൈപിടിച്ചിറക്കി. ആ സുജനമര്യാദക്കനുസരിച്ച് അദ്ദേഹത്തെ വന്ദിച്ചു. പരിഗൃഹ്യ രഥാൽ സ്വയം സൈനം. എന്നിട്ട് വേണ്ടതുപോലെ അത് സ്വീകരിച്ചിരുത്തി. പ്രസന്നജിത്തനായ വസിഷ്ഠനാകട്ടെ പറഞ്ഞു, രാമനോട് പറഞ്ഞു, അങ്ങയുടെ പിതാവ് അങ്ങേ രാജാവാക്കിയ വിഷയം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് അങ്ങ് ഉപവാസം ഭവാനദ്യ കരോതു സഹസീതയാം. സീതയോടുകൂടി ഇന്ന് ഉപവാസം അനുഷ്ഠിക്കൂ. നല്ല മന്ത്രങ്ങൾ, അതിൻ്റെ സമ്പ്രദായങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ജനങ്ങൾ ഈ പ്രത്യേകിച്ച് രാമൻ്റെ സുഹൃത്തുക്കളൊക്കെ അറിഞ്ഞിട്ട് വളരെയധികം സന്തോഷിച്ചു. സുഹൃദ്ഭിസ്തത്ര രാമോപി സുഹാസീന പ്രിയം വദയ്യേ സഭാജിതോ വിവേശാദാനനിജ്ഞാപ്യം. വഴി സ്ഥലത്തുള്ള ആളിലും കൊട്ടാരത്തിലുള്ള ആളിലും എത്രയധികം സന്തുഷ്ടരായിരുന്നു രാമാഭിഷേക വാർത്ത കേട്ടിട്ടെന്ന് പറയാൻ. അങ്ങനെ കുറച്ച് ശ്ലോകങ്ങളൊക്കെ. ഹൃഷ്ടനാരീനരയുധം രാമവിസ്മത്തദാ ബഭൗ യഥാമർത്തദ്വിജഗണം പ്രഫുല്ലനളിനം സരാം. ഈ സരസ് പോലെ, താമരപ്പൂക്കൾ എന്നതായ സരസ് പോലെ രാമൻ്റെ മന്ദിരവും അദ്ദേഹത്തിൻ്റെ ആൾക്കാരൊക്കെ ശോഭിച്ചു പറയാൻ. അതൊക്കെ ഒരു ആലങ്കാരികമായ വർണ്ണനകൾ മാത്രമാണ്. അതൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഇതൊക്കെ കണ്ടുകൊണ്ട് വസിഷ്ഠനാകട്ടെ രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അനവധി അലങ്കാരങ്ങളൊക്കെ വെച്ചിട്ടാണ് വാൽമീകി വർണ്ണിക്കുന്നത്. ഈ ജനക്കൂട്ടം തിക്കിത്തിരക്കുന്നുണ്ടായിരുന്നു എന്നത്. യഥാർത്ഥത്തിൽ ഈ രാമൻ്റെ കൊട്ടാരവും പരിസര പ്രദേശങ്ങളൊക്കെ സമുദ്രം പോലെ ശോഭിച്ചു. എന്തുകൊണ്ട്? ജനവൃന്ദോർമ്മി സംഘർഷ.
ജനവൃന്ദമാകുന്ന ഊർമി തിരമാല എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടമാകുന്ന തിരമാലയോട് കൂടിയിട്ട് തിരമാല അടിക്കുമ്പോൾ ശബ്ദം ഉണ്ടാവുമല്ലോ, അവരുടെ ആഹ്ലാദത്തിൻ്റെ ശബ്ദങ്ങൾ അലയടിച്ച് വരുന്ന ആ പ്രദേശമൊക്കെ സുഖമായിരുന്നു. ജനങ്ങൾ അത്യുത്സുകരായിട്ട് അയോധ്യാനഗരിയിലെ ജനങ്ങളൊക്കെ തന്നെ നാളെ നടക്കാനിരിക്കുന്ന അഭിഷേകത്തിൽ കൗതുകത്തോടു കൂടി ഇരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, ഈ രാജാവ് വലിയ മഹാനാണ്, നമ്മളൊക്കെ ജീവിച്ചിരിക്കെ തന്നെ ഈ രാമനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചല്ലോ, അതുകൊണ്ട് നമുക്ക് അതിനുള്ള ദർശന സൗഭാഗ്യം ഉണ്ടായി എന്നൊക്കെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ് കൈകേയിയുടെ കൊട്ടാരത്തിൽ ചില സംഭവങ്ങൾ നടക്കുന്നത്. കൈകേയിയുടെ ഒരു പോറ്റമാണോ ധാത്രി എന്ന് പറയും, പോറ്റമ്മയ്ക്ക് പറയും. പിന്നെ കൈകേയിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവളായ മന്ധര എന്നൊരു ദാസി ഉണ്ടായിരുന്നു. അവൾ കുബ്ജ, ഒരു കൂനിയായിരുന്നു. അവൾ കൈകേയി വിവാഹം കഴിഞ്ഞ് കേകയ രാജ്യത്ത് നിന്ന് അയോധ്യയിലേക്ക് വരുന്ന സമയത്ത് അവളുടെ കൂടെ തന്നെ വന്നവളാണ്. കൈകേയിൻ്റെ സ്വന്തം ആളാണ് കരുതപ്പെടുന്നവളാണ്. നമ്മൾ പുരാണങ്ങളിലൊക്കെ ധാരാളം കാണാം, കന്യകമാരെ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ സ്ത്രീധനം വന്ന പോലെ അനേകം ദാസിമാരെയും ദാസന്മാരൊക്കെ കന്യാപിതാവ് വരന് കൊടുക്കാറുണ്ട്. പലതിലും കാണാം. അങ്ങനെ കൊടുത്ത കൂട്ടത്തിലുള്ള ഒരുവളായിരിക്കണം ഈ മന്ധര. മന്ധരയുടെ പൂർവ്വചരിത്രങ്ങളോ മന്ധരയുടെ വിശദാംശങ്ങളൊന്നും യഥാർത്ഥത്തിൽ വാൽമീകി പറയുന്നില്ല. അവൾ ജ്ഞാതിദാസിയാണ് എന്ന് പറയുന്നുണ്ട്. അറിവുള്ളവളാന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ചില വ്യാഖ്യാതാക്കളെ ജ്ഞാതിദാസി എന്ന് പറയുന്നത്. അറിവുള്ളവളായിരുന്നു ആ ദാസി എന്ന്. അവൾ ഈ ജനങ്ങളൊക്കെ സന്തോഷിച്ചിരിക്കുകയും പട്ടണമൊക്കെ പലതരത്തിൽ അലങ്കരിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് അവൾ കൈകേയിയുടെ മന്ദിരത്തിലേക്ക് ചെന്നു എന്നാണ്. ജ്ഞാതിദാസീയതോ ജാത കൈകയ്യാതോ സഹോഷിത പ്രാസാദം ചന്ദ്രസങ്കാശം ആരുരോഹയദൃച്ഛയാം. ഇപ്പോൾ യാദൃച്ഛികമായിട്ട് ചെന്നു എന്നാണ് അവിടത്തേക്ക് കൈകേയിയുടെ മന്ദിരത്തിലേക്ക് അഥവാ മാളികയിലേക്ക് ചെന്നു. അപ്പോൾ അവൾക്ക് ചില ഉദ്ദേശങ്ങൾക്ക് മുൻകൂട്ടി ഉണ്ടായിരുന്നില്ല എന്ന് യാദൃച്ഛികമായിട്ട് എന്നുള്ള പോലെ ആ വെൺമാളികയിലേക്ക് ചെന്നപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഉയരത്തിലാകുമ്പോൾ നഗരങ്ങളൊക്കെ കാണാൻ എളുപ്പമുള്ളൂ. അപ്പോൾ നഗരത്തിലെ വീടുകളൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്, ജനങ്ങളൊക്കെ സന്തുഷ്ടരായി നൃത്തഗീതങ്ങളൊക്കെ പൊഴിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ പിന്നെ അമ്പലങ്ങളൊക്കെ അവിടെ പോലെ അലങ്കരിച്ചിട്ടുണ്ട്. കൗസല്യയുടെ ഗൃഹത്തിൽ വലിയ പൂജകളും ബ്രാഹ്മണർക്കുള്ള ദാനധർമാദികളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ മന്ധര അറിഞ്ഞു. അപ്പോൾ അവൾ മറ്റൊരു വേലക്കാരിയെ, കൊട്ടാരത്തിൽ അനവധി സ്ത്രീജനങ്ങൾ പരിജനങ്ങളായിട്ടുണ്ടാവും, വൃത്തിയെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് ഇത്രയൊക്കെ സംഭ്രമം, എന്താണ് അത്ഭുതകരമായ സംഗതി നടക്കാൻ പോകുന്നത്, എന്തെങ്കിലും ആഘോഷമുണ്ടോ? ഈ കൗസല്യയെ പറ്റി മോശമായൊരു പരാമർശമാണ് മന്ധര നടത്തുന്നത്. പണക്കൊതിച്ചിയായ ഈ കൗസല്യ യാതൊരു ലോഭമില്ലാതെ ദാനമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എന്തായിപ്പോൾ ഒരു വിശേഷമുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞതറിയില്ലേ, നാളെ കൗസല്യാപുത്രനായ രാമന് തൻ്റെ മൂത്ത പുത്രനായ രാജാവ് അഭിഷേകം ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പരിചാരിക പറയുന്നത് കേട്ടിട്ടാണ് ആദ്യമായിട്ട് മന്ധര അറിയുന്നത്. അതിൽ അത്ഭുതമില്ല, കാരണം നമ്മൾ കണ്ടു കഴിഞ്ഞു. അഭിഷേകത്തിൻ്റെ ദിവസം വളരെ അടുത്ത ദിവസമാണ് തീരുമാനിച്ചത്. എല്ലാവരും അറിയാനുള്ള, അതുമല്ല വലിയ സദസ്സിൽ വെച്ച് രാജാവ് പ്രഖ്യാപിച്ചു എന്നല്ലാതെ അന്തഃപുരത്തിലിരിക്കുന്ന സ്ത്രീകളൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. നേരത്തെ കണ്ടു, രാമമാതാവായ കൗസല്യ പോലും രാമൻ ചെന്ന് പറഞ്ഞപ്പോഴേ അറിഞ്ഞുള്ളൂ. അവരൊന്നും ആദ്യം രാജാവ് അറിയിച്ചിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആ കൈകേയിക്ക്, മന്ധരയ്ക്ക് ക്രോധം സഹിച്ചില്ല. രാമനെ അഭിഷേകം ചെയ്യാൻ പോവാണ്, അതിനുള്ള ആഘോഷങ്ങളാണ് ഈ നടക്കുന്നതൊക്കെ, അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് നടക്കുന്നത് കേട്ടപ്പോൾ ആ മന്ധരയ്ക്ക് ആപ്പാട് ദേഷ്യം വന്നു. ഹൃഷ്ടപ്രമുദിത ഇവരേർ ഉച്ഛിതധ്വജമാലിനീ അയോധ്യം മന്ധര ദൃഷ്ടാപരം വിസ്മയമാകത. ഈ അലങ്കാരമൊക്കെ കണ്ടിട്ട് അവൾ ആദ്യം വിസ്മയിക്കുകയായിരുന്നു. അപ്പോഴാണ് ചോദിച്ചത്, ഈ പരിചാരിയോട് ചോദിച്ചു, അവളിതൊക്കെ പറയുകയും ചെയ്തു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ ധാത്രിയായ ആ കുബ്ജയ്ക്ക് തീരെ സഹിച്ചില്ല എന്ന് മഹർഷി പറയുന്നത്. വാൽമീകി മഹർഷി പറയുന്നത്, ധാത്ര്യാസ്തോചനം കുബ്ജ ക്ഷിപ്രം അമർഷിത കൈലാസഹിരാകാരാൽ പ്രാസാദാദവരോഹതാം. ആ വിവരങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അമർഷിത എന്നാണ്, വളരെ ക്രോധത്തോട് കൂടിയിട്ട്. ഇവളിപ്പോൾ മാളികൻ്റെ മൈന കയറി നിൽക്കുകയായിരുന്നു.
നഗരമൊക്കെ കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയായിരിക്കണം. അപ്പോൾ നാലുപേർ നോക്കിക്കൊണ്ടിരിക്കുകയില്ല. അങ്ങനെയാണ് ഇതൊക്കെ കണ്ടത്. ഏറ്റവും മേലെ ആയിരിക്കണം ഉണ്ടായില്ല ആ കൊട്ടാരത്തിൻ്റെ മുകളിൽ. ഈ പരിചാരിക ഇങ്ങനെ പറഞ്ഞപ്പോൾ രാമൻ അഭിഷേകം നടക്കാൻ പോകുന്നു നാളെ എന്ന് കേട്ടപ്പോൾ അവൾ വളരെയധികം ക്രോധിച്ചു. ഉള്ളിലുള്ള ക്രോധത്തോട് കൂടിയിട്ട് ആ മേടയിൽ നിറങ്ങി അവരോഹത മാളികയിൽ നിറങ്ങിയിട്ട് അഥവാ മട്ടുപ്പാവിൽ നിറങ്ങിയിട്ട് കൈകൈ ഇരിക്കുന്ന അഥവാ അവൾ കിടക്കുന്ന സ്ഥലത്തേക്ക് അന്തഃപുരത്തിലേക്ക് ചെന്നു. സാ ദഹ്യമാനാക്രോധേന മന്ധര പാപദർശിനി ശയാനമേവ കൈകൈ ദമ്പതനമബ്രവീതം. കൈകൈ കിടക്കുന്ന സ്ഥലത്ത് അവരുടെ ശയനാകാരത്തിലേക്ക് ചെന്നു നടത്തും. വളരെ ദേഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ ആകപ്പാട് ഇവൾ അറിഞ്ഞിട്ടുള്ളത് എന്താണ്? രാമന് അഭിഷേകം നാളെ നടക്കും എന്നൊറ്റ സംഗതിയാണ്. അത് കേട്ടപ്പോൾ തന്നെ ക്രോധം വന്നു. എന്നിട്ട് കൈകൈ കിടക്കുന്നിടത്തേക്ക് ചെന്നിട്ട് അവളാകട്ടെ വിലാസലോലപിയായിട്ട് സ്വന്തം ശയനത്തിൽ കിടക്കുകയായിരുന്നു. രാജാവിന് വളരെ പ്രിയകരിയായ ഭാര്യയാണ്. രാജാവ് തന്നെ തൊൽപ്പിടിക്കാനെന്നുള്ള അഭിമാനവും അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു കൈകൈക്ക്. സൗഭാഗ്യത്തിനൊന്നും കുറവില്ല. പഴയ കാലത്ത് മുമ്പാണെങ്കിൽ സന്തതി ഉണ്ടായിരുന്നില്ല എന്നുള്ള ദുഃഖമുണ്ടായിരുന്നു. ഇപ്പോൾ 3 പേർക്കും സന്തതികളുണ്ടായി. പ്രിയനായ ഭരതൻ ഉണ്ടായിക്കഴിഞ്ഞു. അവളെ ഏറെക്കുറെ യൗവനത പ്രാപിച്ചു, വിവാഹിതനായി കഴിഞ്ഞു. അങ്ങനെ എല്ലാം കൊണ്ട് സന്തുഷ്ടയിരിക്കുകയായിരുന്നു കൈകൈ. അങ്ങനെയുള്ള കൈകൈ എടുത്ത് എന്നിട്ട് ഈ മന്ധര പറഞ്ഞു, നീ ഇങ്ങനെ സുഖമായി ഇവിടെ കിടന്നോ, കാര്യങ്ങളൊന്നും അറിയാതെ എന്നാണ് അവൾ ആദ്യം പറഞ്ഞത്. ഉത്തിഷ്ടമൂഢേ കിം ശേഷേ ഭയം ത്വാമഭിവർത്തതേ ഉപപ്ലുതം അഘൗഘേന മഹാത്മാന അപബുദ്ധ്യസേം. അല്ല, ബുദ്ധിയില്ലാത്തവൾ ഏതൊക്കെയാണ് തനിക്ക് യജമാനത്തൊക്കെ ആണെങ്കിലും അതായത് കൈകേയിയുടെ മേലെ കുറച്ച് അധികാരങ്ങളും ഒക്കെ ഉള്ള പോലെയാണ് ഈ മന്ധര പറയുന്നത് മുഴുവൻ. മൂഢയെന്നാണ് വിളിച്ചത്. ഉത്തിഷ്ട മൂഢയ്ക്കും ശേഷേ, അല്ലയോ മൂഢ, നീ ഇങ്ങനെ കിടക്കുന്നത് എന്താണ്? നിനക്ക് ആപത്തൊന്നും ഉണ്ടാവാൻ പോകുന്നത് നീ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞ വാക്കിന് നീ ആപത്തുണ്ടാകുന്നൊന്നും അറിയുന്നില്ല, കഷ്ടകാലം പൊട്ടിവിടുന്നത് നീ അറിയുന്നില്ല. അനിഷ്ടയെ സുഭഗാകാരേ സൗഭാഗ്യേന വികന്ധസേ ചലം ഹിതോ സൗഭാഗ്യം നദ്യാസോഷണേ. പറഞ്ഞത് ഇതാ, നിൻ്റെ സൗഭാഗ്യങ്ങളൊക്കെ ഇതാ ഇപ്പം നശിക്കാൻ പോവാണ്. അല്ലെങ്കിൽ സൗഭാഗ്യ സുഖമൊക്കെ ചലമാണ്, ചലിച്ചുകൊണ്ടിരിക്കില്ല, ഒന്നും സ്ഥിരമായി നിൽക്കില്ല. നിൻ്റെ സൗഭാഗ്യത അസ്തമിക്കാൻ പോകുന്നു. ഏതുപോലെ വേനൽക്കാലത്ത് നദികളിലൊക്കെ വെള്ളം വറ്റുന്ന പോലെയാണ്. നദികളിൽ വെള്ളമൊക്കെ വളരെയധികം ശോഷിച്ചു, ചില നദികൾ തീരെ വറ്റിപ്പോയി എന്ന് വരാം. അതുപോലെ നിനക്ക് സൗഭാഗ്യങ്ങളൊക്കെ ഇതാ അസ്തമിക്കാൻ പോവാണ്. നീ അതൊന്നും അറിയാതെ ബുദ്ധിയില്ലാത്തവളായിട്ട് ഇങ്ങനെ ഞാൻ കേമിയാണെന്ന് വിചാരിച്ച് കിടക്കുകയാണല്ലോ അതൊക്കെ ചെന്ന ഉടനെ തന്നെ ശകാരിക്കായിരുന്നു. ഏവ മുക്ത കൈകേയി ദുഷ്ടയാ പരുഷം വധ കുബ്ജയാ പാപദർശിന്യാ വിഷാദമകവത് പരം. ഇപ്പം കൈകേയികളുടെ വാക്കൊക്കെ കേട്ടിട്ട് ആകപ്പാട് അമ്പരന്ന്. ഇവൾക്ക് എന്ത് പറ്റിപ്പോയി എന്നല്ല. കാരണം കാര്യമൊന്നും പറയാതെയാണല്ലോ അവൾ പറഞ്ഞത്. എന്നിട്ട് കവി പറയുന്നത് കുബ്ജയാ പാപദർശിന്യാന്ന്. പാപം കാണുന്നവളായ ഈ കുബ്ജയുടെ വാക്കുകൾ കേട്ടിട്ട് അവൾ ആകപ്പാടെ കലിതുള്ളി ക്രോധിച്ച് പറയുന്ന ഈ വാക്ക് കേട്ടിട്ട് കൈകൈക്ക് അത്ഭുതം തോന്നി. കൈ ചോദിച്ചു, എന്താണ് ഇപ്പോൾ ഉണ്ടായത് എന്ന് ചോദിച്ചു. അവൾ ചോദിക്കുകയാണ്, കച്ചിൽ ക്ഷേമന്ന മന്ധരേ വിഷണ്ണവദനം ഹിത്വം ലക്ഷയേ ഭൃഷ ദുഃഖിതാം. അല്ലയോ മന്ധരേ, നിനക്ക് സുഖം തന്നെയല്ലേ, നിനക്ക് ബന്ധം ഉണ്ടായത്, നീ എന്തിനാണ് ഇങ്ങനെ ക്രോധിക്കുന്നത്? നിനക്ക് ദുഃഖമായിട്ട് എന്താ ഉണ്ടായത് എന്ന് മധുരമായ രീതിയിൽ ചോദിച്ചു എന്നാണ്. രാജ്ഞിയായിരിക്കുന്നത് തന്നോട് കലഹിക്കുകയും തന്നെ അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയൊക്കെയാണ് ഈ മന്ധര ചെയ്യുന്നത്. എന്നാലും മന്ധരയോട് അവർക്ക് അത്രയും പ്രിയം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ക്രോധിക്കുന്നല്ല ചെയ്തത്. കൈകയ്യ മധുരാക്ഷരം എന്നാണ് കവി പറഞ്ഞത്. മധുരമായിട്ടാണ് കൈ ചോദിച്ചത്, നിനക്ക് എന്ത് പറ്റിപ്പോയി, നിനക്ക് എന്താ ക്രോധത്തിന് കാരണം, നിനക്ക് സുഖം തന്നെയല്ലേ, എന്തൊരാപത്താണ് നിനക്ക് വന്നിട്ടുള്ളത് എന്നൊക്കെയാണ് കൈകയുടെ ചോദ്യം. കൈകേയിനെ മധുരോദാരമായി ചോദിച്ചപ്പോൾ ആ കുബ്ജയായ ആ മന്ധര ക്രോധിച്ചോട് പറഞ്ഞു എന്നാണ്. അവൾക്ക് ഈ രാജ്ഞിയുടെ ചോദ്യം തീരെ ഇഷ്ടമായില്ല. അവൾ പറഞ്ഞു, ഉവാദ ക്രോധ സംയുക്ത വാക്യം വാക്യവിശാരദ. ഇവിടെ കവി പ്രയോഗിക്കുന്ന വിശേഷണം ശ്രദ്ധിക്കേണ്ട, വാക്യവിശാരദ എന്നാണ്. വാക്ക് വേണ്ടതുപോലെ പറയാനും സമർത്ഥമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും കഴിവുള്ളവളാണ് ഈ മന്ധര. അവൾ പറഞ്ഞു,
എങ്ങനെയാ പറഞ്ഞത്? വിഷാദേന്തി പ്രോവാചാഭേദേന്തീതരാഘവം. ഈ കൈകേയിക്ക് രാമനോട് വിദ്വേഷം ഉണ്ടാവാന്നൊക്കെ ഉണ്ട്. അഥവാ രാമനോടുള്ള കൈകേയിയുടെ താല്പര്യത്തെയും വാത്സല്യത്തെയും ഒക്കെ ഭേദിപ്പിക്കാന്നൊക്കെ വണ്ണം അവൾ പറഞ്ഞു. ഇപ്പോൾ രാമനാണല്ലോ രാജാവാൻ പോകുന്നത്. അയാളോട്, ആ രാമകുമാരനോട് കൈകേയിക്ക് സ്നേഹമാണ്, താല്പര്യമാണെന്നൊക്കെ ഈ മന്ധരയ്ക്ക് അറിയാം. അതില്ലാതാക്കാൻ തക്കവണ്ണം, രാമനിൽ ക്രോധം ഉണ്ടാക്കാൻ തക്കവണ്ണം, രാമനോടുള്ള കൈകേയിയുടെ പ്രിയത്തെ ഛേദിക്കാൻ തക്കവണ്ണമുള്ള വാക്കൊക്കെയാണ് ഇനി അവൾ പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഭേദയന്തി എന്ന് പറഞ്ഞത്. ഭേദയന്തി രാഘവം. എന്തൊക്കെയാണ് അവൾ പറഞ്ഞത്? നീ അറിയില്ലേ? രാമന്റെ ശരഥോ രാജായോ രാജ്യാഭിഷേക്ഷതി സാസ്മ്യ സമ്യഗാധേ ഭയേ മഗ്ന ദുഃഖശോകസമന്വിതാം ദഹ്യമാന അനലേനേവ ത്വദ്ഹിതാർത്ഥമിഹാഗതാം. അല്ലയോ കൈകേയി, നീ അറിയുന്നില്ലേ ആ രാമനെ നാളെ രാജാവ് യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോകുന്നു. അതോടുകൂടി നിന്റെ കഷ്ടകാലം തുടങ്ങും. നിനക്ക് വന്നു ചേരാവുന്ന ദുഃഖത്തെക്കുറിച്ച് വിചാരിച്ചിട്ട് എനിക്ക് വളരെ ദുഃഖമുണ്ട്. എനിക്ക് അനലേനാണ്, എന്നെ ദഹിപ്പിക്കാൻ ചെയ്യുന്നതാണ്. ഈ വാർത്ത എന്ത് ചെയ്യുന്നു? എനിക്ക് ഉള്ളിൽ തീ കാളുന്നത് പോലെ തോന്നിക്കുകയാണ്. അപ്പം നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, നിന്നെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. മൂഢയായ നീ ഇതൊന്നും അറിയുന്നില്ലല്ലോ. നീ ഇങ്ങനെ ഞാൻ രാജാവിന് പ്രിയപ്പെട്ടവളാണെന്നുള്ള അഹങ്കാരത്തോടു കൂടി ഇങ്ങനെ കഴിയാണ് താല്പര്യം. അപ്പോൾ ഞാൻ തവ ദുഃഖേന കൈകേയി മമ ദുഃഖം കിമോദ്ഭേൽ. നിനക്കൊരു ദുഃഖകരമായ സംഗതി വരാൻ പോകുന്നത് കേട്ടിട്ട് എനിക്ക് അധികം ദുഃഖമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ ഇതൊന്നും കാണുന്നില്ലല്ലോ. നിന്നെ രാജാവിധാനത്തിന് വഞ്ചിക്കുകയാണ്. എന്താ ചെയ്യുന്നത് അദ്ദേഹം? ഉഗ്രത്വം രാജധർമ്മാണം കഥം ദേവീന ഉദ്ധ്യസേ ധർമ്മവാദി ഷഠോ ഭർത്ര ശ്രക്ഷണവാദി ദാരുണ. യഥാർത്ഥത്തിൽ ആ രാജാവ് ധർമ്മവാദിയാണ്. ധർമ്മവാദിച്ചാൽ ധർമ്മിയാണെന്ന് പറയപ്പെടുന്ന ആളെന്നർത്ഥം. യഥാർത്ഥത്തിൽ ധർമ്മിഷ്ഠനല്ല ഈ ദശരഥൻ എന്നാണ് മന്ധരയുടെ ആക്ഷേപം. അയാൾ ധർമ്മിഷ്ഠനാണ്, പറയപ്പെടുന്നവനാണ്, നിന്നോട് മധുരോദാരമായ വാക്ക് പറയുന്നവനാണ്. പക്ഷേ നിന്നെ ഇതാ വഞ്ചിക്കുക ചെയ്യുന്ന ദാരുണ, ക്രൂരനാണെന്നർത്ഥം. നിന്നോട് നല്ല വാക്കൊക്കെ പറയുകയും മധുരോദാരമായി പെരുമാറൊക്കെ ചെയ്യുന്ന ഈ രാജാവ് എന്നൊക്കെയാണ് ഷഠനാൻ. അത് എന്താ ചെയ്യുന്നത്? തൻ്റെ മൂത്തപുത്രനായ രാമനിതാ അഭിഷേകം ചെയ്യാൻ പോകുന്നു. അത് നിന്നെ അറിയിക്കുക പോലും ചെയ്തില്ല എന്നർത്ഥം. നിന്റെ പുത്രനായ ഭരതനും ഈ രാമനെ പോലെ രാജ്യത്തിന് അധികാരമുണ്ട് എന്നൊക്കെയാണ് മന്ധരയുടെ സൂചന. അങ്ങനെ ഇരിക്കെ ഈ ഭരതശത്രുഘ്നന്മാർ കേകയ രാജ്യത്തിലേക്ക് പോയിരിക്കുന്ന അവസരത്തിൽ അവർ ഈ സ്ഥലത്ത് ഇവിടെ ഇല്ലാത്തപ്പോൾ അഭിഷേകം നിശ്ചയിച്ചത്. അതിൽ ഒരു കാവട്ടിയും കളവും ഉണ്ട് അതിൽ നിന്നാണ്. ഉപസ്ഥിത പ്രിയഞ്ജാനാത്വൈ സാന്ത്വനമർത്ഥകം തേ ഭർത്ര കൗസല്യോതി അർത്ഥേനൈവാദ്യതേ ഭർത്ത. എന്ന് മാത്രമല്ല, കൈകേയിയുടെ മനസ്സിൽ ക്ഷോഭം ഉണ്ടാക്കാന്നൊക്കെ വേണം സാപത്ന്യ മത്സരത്തെ വർദ്ധിപ്പിക്കത്തക്ക രീതിയിൽ സ്ത്രീകൾക്ക് സഹിച്ചുകൂടാത്തതാണല്ലോ തൻ്റെ ഭർത്താവിന് വേറൊരു സ്ത്രീയോട് പ്രത്യേകിച്ച് ആനുകൂല്യമോ സ്നേഹമൊക്കെ അധികം കൊണ്ട് സഹിക്കാനാവില്ല. അതിനെ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൈകേയി പറയുന്നത്. ആ രാജാവ് എന്താ ചെയ്യുന്നത്? അർത്ഥം സമ്പത്തും സുഖങ്ങളൊക്കെ കൗസല്യയിലേക്ക് യോജിപ്പിക്കുകയാണ്. പക്ഷേ കൗസല്യാപുത്രനായ രാമൻ രാജാവായി കഴിഞ്ഞാൽ കൗസല്യ രാജമാതാവാകും. രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയും സുഖസൗകര്യങ്ങളും സ്ഥാനമാനങ്ങളൊക്കെ കൗസല്യക്കാണ് കിട്ടുക. അപ്പോൾ ഭർത്താവിൻ്റെ മറ്റൊരു പത്നിക്ക് ഇതൊക്കെ കിട്ടുന്നത് സാമാന്യ ഒരു സ്ത്രീ സഹിക്കില്ല. അപ്പോൾ അതിനെ ഊതിക്കത്തിച്ച് വിദ്വേഷം വളർത്താൻ വേണ്ടിയിട്ടാണ് മന്ധര പറയുന്നത്. നീ വലിയ ആളാണ്, ഭർത്താവിനുള്ള പ്രിയപ്പെട്ടവളാണെന്ന് അടിച്ചിങ്ങനെ കിടക്കുന്നു. പക്ഷെ ഭർത്താവ് ചെയ്യുന്നതോ ആ കൗസല്യാപുത്രന് വേണ്ടിയിട്ടാണ് രാജ്യാഭിഷേകം ചെയ്യുന്നത്. ആ കൗസല്യക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ സുഖങ്ങളൊക്കെ കിട്ടാൻ പോകുന്നത്. നീ വലിയ കഷ്ടകാലത്തിലാണ് ഇരുന്നത്, നിനക്കറിയാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറയുകയാണ്. ഭർത്താവ് ധർമ്മവാദിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ മിനുസമായ ശ്ലഷ്ണ മാർദ്ദമുള്ളതെന്നർത്ഥം. മാർദ്ദമുള്ള വാക്കുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതേ ചെയ്യുന്ന എന്താണ്? നിന്നെ വഞ്ചിക്കുകയാണ്. ആ കൗസല്യക്കാണ് അർത്ഥങ്ങളൊക്കെ കിട്ടാൻ പോകുന്നത്. ഇതൊക്കെ ഒരു രാജ്ഞിയോട് അവരുടെ ഭർത്താവിനെ പറ്റി ഷഠനാണെന്നും ദുഷ്ടനാണെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അത്രയധികം സ്വാധീനം മന്ധരയ്ക്ക് കയ്യിലുണ്ടായിരുന്നു എന്നാണ്. അപവാഹ്യ ദുഷ്ടാത്മാ ഭരതം തവ ബന്ധുഷു കാല്യേ സ്ഥാപയിതാരാമൻ രാജ്യേ കണ്ടകേ. ആ ദുഷ്ടാത്മാവ് എന്നാണ് പറഞ്ഞത്.
നിന്റെ മകനായ ഭരതനെ ബന്ധുക്കളുടെ അടുത്തേക്ക് അയച്ചിട്ട് കൈകയത്തിലേക്ക് അയച്ചുവല്ലോ. എന്നിട്ട് മുള്ളില്ലാത്ത കണ്ടകത്തെ മുള്ളില്ലാത്തതിൻ്റെ ശത്രുക്കളില്ലാത്ത എതിരാളികളില്ലാത്ത ഈ സമൃദ്ധമായ രാജ്യം മുഴുവൻ രാമന് കൊടുക്കാൻ പോവാൻ. നീയാണെങ്കിലോ എന്ത് ചെയ്തു? കേമത്യാന്ന് വിചാരിച്ചിരിക്കുകയും ചെയ്തു. സർപ്പത്തെ പോലെ അയാൾ ശത്രുവാണെന്നൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്. പാപേന അനതനന്ദേന ബാലേ നിത്യം സുഹോജിതേ, നിൻ്റെ മകൻ വലിയ ആപത്തിലാണ് ചെന്ന് വിട്ടിരിക്കുന്നത്. അവിടെ ത്രായസ്വപുത്രം ആത്മാനം വിസ്മയ ദർശനേ. എന്താ ഈ ആപത്ത് എന്ന് പറഞ്ഞാൽ അധികാരത്തിന് അവളെ കൊതിപ്പിക്കുന്നതാണ്. ഇപ്പം രാമൻ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ തൻ്റെ അധികാരത്തിന്, തൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വിഘ്നം ഉണ്ടാക്കുന്നവൻ എന്നുള്ള നിലയ്ക്ക്, അഥവാ വിഘ്നത്തെ ശങ്കിച്ചിട്ട് രാമൻ ഭരതനെ രാജ്യം നിന്ന് പുറത്താക്കിയെന്ന് വരാം, ചിലപ്പോൾ കൊല്ലുന്നു എന്ന് വരെ വരാം എന്നൊക്കെയാണ് മന്ധര പറയുന്നത്. കാരണം അധികാരമൊക്കെ മതിപ്പിക്കില്ല. അപ്പം തൻ്റെ അധികാരത്തിന് ചോദ്യം ചെയ്യാതൊക്കെ എതിരാളി ഉണ്ടാകുന്ന രാമൻ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അതുകൊണ്ട് നിൻ്റെ പുത്രൻ്റെ കാര്യം വലിയ കഷ്ടമാണ്. അതുകൊണ്ട് നീ ബുദ്ധിപൂർവ്വം ആലോചിച്ചിട്ട് നിൻ്റെ പുത്രനെ ത്രായസ്വ രക്ഷിച്ചാലും വലിയ ലാഭത്തിലാണ് അയാൾ വിട്ടിട്ടുള്ളത് എന്നൊക്കെയാണ് ഈ മന്ധര ആദ്യ ഗഡുവായി പറഞ്ഞത്. പക്ഷെ ഇത് കേട്ടപ്പോൾ എന്താണ് അർത്ഥം എന്ന് പറയട്ടെ, ഇത് കേട്ടിട്ട് ആ മോഹത്തിൽ നിന്നും വിട്ടില്ല കൈകേയി. അവൾക്ക് രാമൻ അഭിഷേകം ചെയ്യാൻ പോകുന്നത് കേൾക്കേണ്ട താമസമേ ഉള്ളൂ. ആ പാടെ സന്തോഷമായി എന്നാവുന്നത്. മന്ധരായാവതശ്രുത്വാ ശയനാൽ സാശുഭാനന ഉത്തസ്ഥൗ ഹർഷസമ്പൂർണ ചന്ദ്രലേഖേവ ശാരദീ. ആ കിടക്കിൽ എഴുന്നേറ്റിട്ട് എങ്ങനെ ചന്ദ്രക്കലയെ പോലെ പ്രസന്നയായിട്ട്, ശരൽക്കാലത്തെ ചന്ദ്രക്കല പോലെ. ശരൽക്കാലത്ത് മേഘങ്ങളൊന്നും ഉണ്ടാവില്ല ആകാശത്തിൽ. അപ്പോൾ ചന്ദ്രൻ നന്നായിട്ട് പ്രകാശിക്കും. അപ്പോൾ പൂർണ്ണമായിട്ട് പ്രകാശിക്കുന്ന ചന്ദ്രനെ പോലെ ഹർഷസമ്പൂർണ്ണയായിട്ട് എഴുന്നേറ്റിട്ട് തൻ്റെ കൈവശമുണ്ടായിരുന്ന വില പിടിച്ച ഒരു രത്നമാല മന്ധരയ്ക്ക് സമ്മാനിക്കുക ചെയ്തത് കൈകൈ. എന്നിട്ട് പറഞ്ഞു, ഇത്ര ശുഭമായ വാർത്ത നീ പറഞ്ഞല്ലോ, രാമൻ എനിക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടവനാണ്. ആ രാമൻ അഭിഷേകം നടക്കാൻ പോകുന്നുള്ള സദ്വാർത്ത, ഹൃദയംഗമമായ വാർത്ത നീ എന്നെ അറിയിച്ചല്ലോ എന്ന് പറഞ്ഞ് ഉപഹാരമായിട്ട് രത്നമാല കൊടുത്തു. എന്നിട്ട് ചോദിക്കുകയും ചെയ്തു, നീ എന്തിനാണ് ഇങ്ങനെ കാഴ്ചപ്പെടുന്നത്? യഥാർത്ഥത്തിൽ രാമൻ എനിക്ക് വളരെ പ്രിയനാണ്. രാമന് ഞാനും വളരെ പ്രിയങ്കരിയാണ്. രാമന് സ്വന്തം അമ്മയായ കൗസല്യോടുള്ളത്ര, അഥവാ അതിനേക്കാൾ അധികം എന്നോട് സ്നേഹവും താല്പര്യമൊക്കെ ഉണ്ട്. അതൊക്കെയാണ് കയ്യേന് വിസ്തരിച്ച് പറയാനും പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുക ആ രാമന് അഭിഷേകം ഉണ്ടെന്ന് കേട്ടാൽ എനിക്ക് എത്ര സന്തോഷം ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് കൊടുക്കുകയാണ്. ദിവ്യമാഭരണം ദസ്യൈ ഗുപ്ജായൈ പ്രദദൗ ശുഭം ദത്വാ ത്വാഭരണം ദസ്യൈ ഗുപ്ജായൈ പ്രമോദോത്തമ കൈയേയി മന്ധരാമൃഷ്ടാ പുനരേവാദ്രഭിൻവരാം. ഇത് കൊടുത്തിട്ടാണ് ഈ മാല ആദ്യം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതെന്തു മന്ധരേ മഹ്യം ആഖ്യാതം പരമം പ്രിയം. അല്ലയോ മന്ധരേ, നീ ഇപ്പോൾ വന്നു പറഞ്ഞ ഈ കാര്യമുണ്ടല്ലോ, അതായത് നാളെ രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം, ഏതന്മേ പ്രിയമാഖ്യാതം, എനിക്ക് വളരെ പ്രിയമാണ്. കിം വാ ഭൂയിന ആ ഭൂയക്കരോമിതേ. നിനക്ക് എന്തുകൊണ്ടാണ് വിഷമം ഉണ്ടാകുന്നത് കേട്ടിട്ട്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഞാനിത് കേട്ടിട്ട് വലിയ സന്തോഷവതിയാണ്. ഇനി അഥവാ നീ നല്ല വാർത്ത വന്നു പറഞ്ഞതിന് ഞാനിപ്പം ആദ്യ ഗഡുവായിട്ട് ഈ ആഭരണം തന്നു കഴിഞ്ഞു. ഇനിയും വേണമെങ്കിൽ എന്തുകൊണ്ട് തരാമെന്ന്. തസ്മാൽ തുഷ്ടാസ്മിയദ്രാജാരാമൻ രാജ്യേഭിഷേകി. രാമനെ രാജാവാക്കാൻ പോകുന്നുള്ള നല്ല വാർത്ത നീ എന്നോട് പറഞ്ഞുവല്ലോ, അതുകൊണ്ട് ഇനിയും നിനക്ക് എന്താ വേണ്ടതെന്ന് തരാം എന്ന് പറഞ്ഞു. നമേ പരം കിഞ്ചിതിതോപരം പുനഃപ്രിയം പ്രിയാർഹേ സുവരം വജോമൃതം തദാഹ്യമോജ ത്വമതപ്രിയോത്തരം പരം പരം തേ പ്രദദാമി അമൃണു എന്നാണ് ആ സർഗം അവസാനിക്കുന്നത്. നീ ഇനിയും എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സമ്മാനം വേണമെങ്കിൽ ഞാൻ തരാം, എനിക്ക് യാതൊരു മടിയില്ല എന്ന് പറയാം. അപ്പോൾ താൻ പറഞ്ഞിട്ട് താൻ പ്രതീക്ഷിച്ചതിന് വളരെ വിരുദ്ധമായ ഒരു ഭാവമാണ് കൈകയിലുണ്ടായതെന്ന് മന്ത്രിക്ക് മനസ്സിലായി. രാമനോട് ദേഷ്യം ഉണ്ടാകാനും രാജാവിനോട് കലഹിക്കാനുള്ള വഴിയൊക്കെയാണ് മന്ധര ഉപദേശിച്ചത്. പക്ഷെ കൈകൈയാകട്ടെ പ്രിയവാർത്തയായിട്ടാണ് അതിനെ സ്വീകരിച്ചത്. ഇത് കണ്ടപ്പോൾ ആ മന്ധരയ്ക്ക് സഹിച്ചില്ല. അവൾ തനിക്ക് സമ്മാനമായി കൈകൈ തന്ന രത്നാഭരണം വലിച്ചെറിഞ്ഞാണ്. യാതൊരു വിലയില്ലാത്ത പോലെ വലിച്ചെറിഞ്ഞു. അത് ക്രോധിച്ചു. അത് വളരെ പരുഷമായ വാക്കുകൾ പറഞ്ഞു. അപ്പോൾ മന്ധരയ്ക്ക് കൈകൈയിലുള്ള സ്വാധീനവും, കൈകൈ അവൾ ഭയപ്പെടുന്ന പോലുമില്ല എന്നാണ് ഈ പ്രവൃത്തിയൊക്കെ തെളിയിക്കുന്നത്. അത്രയധികം സ്വാധീനം ഉണ്ടായിരുന്നു കൈകൈയിൽ. അല്ലെങ്കിൽ ഒരു രാജ്ഞിയായിരിക്കുന്ന ഒരാൾ കൊടുത്ത ഈ അമൂല്യമായ ആഭരണം ഇങ്ങനെ വലിച്ചെറിയോ. അതുകൊണ്ട് പറയാണ്,
ഉത്സജ്യ ആഭരണം എന്നാണ് കവി പറഞ്ഞത്. ഉത്സജ്യ ഉപേക്ഷിച്ചിട്ട് അതിൽ പറഞ്ഞു, നിൻ്റെ കാര്യം വലിയ കഷ്ടമായി പോയി. നീ യഥാർത്ഥത്തിൽ മന്ധര കൈയോട് പറയാണ്, നിനക്ക് വലിയൊരു സങ്കടമാണ് വരുന്നത്. എനിക്കിതിനോട് സഹതാപമാണ്, എനിക്ക് പരിഹാസാകുന്നതാണ്. മനസ്സാ പ്രസഹാമീതാൻ ദേവി ദുഃഖാർജിതാ സതീ. ദുഃഖത്തിൽപ്പെട്ടവളായ നീ ഇതൊക്കെ സന്തോഷമാണെന്ന് വിചാരിക്കുന്നുണ്ടല്ലോ, നിനക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഭരതാദേവരാവജസ്യ, ആ ഭരതനെ രാജാവാക്കി, രാജാവാൻ അധികാരമുള്ള ആളാണ് യഥാർത്ഥത്തിൽ ഭരതനും. ദേവന്റെ മകനാണല്ലോ. അതേ തള്ളിക്കളഞ്ഞിട്ട് രാമൻ രാജാവായി കഴിഞ്ഞാൽ നിൻ്റെ കാര്യം വലിയ കഷ്ടാവും, നിൻ്റെ മകൻ്റെ കാര്യം കഷ്ടാവും. സുഭഗാകില കൗസല്യ എന്ന് പറഞ്ഞാൽ കൗസല്യക്കെല്ലാം സൗഭാഗ്യം വന്നു ചേരും. നീയാകട്ടെ പണ്ടൊക്കെ രാജാവ് തന്നോട് കൂടുതൽ പ്രിയമുള്ളവനാണ്. അപ്പോൾ രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ താനാണെന്നുള്ള ആ ഗർവും അഹങ്കാരവും അഭിമാനമൊക്കെ വിചാരിച്ചിട്ട് കൗസല്യ മുതലായ മറ്റു പത്നിമാരെ നീ അവമാനിക്കുകയും നിരാകരിക്കുകയും ചെയ്തു. പക്ഷെ അവരെ താഴ്ത്തി കിട്ടിയത് എനിക്കാണ് പ്രാമാണ്യമുള്ളതെന്നുള്ള നാട്യം നീ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൗസല്യ നാളെ രാജമാതാവായി കഴിഞ്ഞാൽ അതിനൊക്കെ പ്രതികാരം ചെയ്യാതിരിക്കില്ല. കാരണം അവൾ വളരെ അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. താനാണ് രാജാവിൻ്റെ പ്രിയപത്നി എന്നുള്ള അഹങ്കാരം കൊണ്ട് നീ അവളോട് ധാരാളം മോശമായി പെരുമാറിയിട്ടുണ്ടാവും. അതിനൊക്കെ പ്രതികാരം കൗസല്യ ചെയ്യാതിരിക്കില്ല എന്ന് പറഞ്ഞ് സാപത്ന്യ മത്സരത്തിൻ്റെ തീയെ ഊതി കത്തിക്കുകയാണ് മന്ധര ചെയ്യുന്നത്. അവിടെ നിൻ്റെ കാര്യം കഷ്ടമാണ്, നീ അത് മനസ്സിലാക്കുന്നതിനെ കുറിച്ച് എനിക്ക് ദുഃഖമുണ്ടെന്നാണ്. അധികാരത്തിനെക്കുറിച്ച് നിനക്ക് അറിയാത്തതുകൊണ്ടാണ്. രാമൻ രാജാവായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഭരതൻ അസ്ഥിരമായി നാട് കടത്തിയെന്ന് വരാം, ചിലപ്പോൾ കൊല്ലുക തന്നെ ചെയ്തെന്ന് വരാം. ആ ലക്ഷ്മണന് ദോഷമൊന്നും വരില്ല, കാരണം ലക്ഷ്മണൻ എപ്പോഴും രാമൻ്റെ കൂടെ നടക്കുന്നവനാണ്. നിൻ്റെ മകനായ ഭരതൻ്റെ കൂടെ നടക്കുന്ന ശത്രുഘ്നാണ്. ഈ ശത്രുഘ്നല്ലേ ഭരതൻ്റെ കാര്യം കഷ്ടമാവും എന്നൊക്കെ പറഞ്ഞ് കൈകയുടെ മനസ്സിളക്കുന്നതാണ് നമ്മൾ പിന്നെ കാണുക. യഥാർത്ഥത്തിൽ ഈ മന്ധര പറയുന്ന വാക്കുകൾക്കൊക്കെ നമുക്ക് അത്ഭുതം തോന്നും. ഇത്രയൊക്കെ പറയാൻ സ്വാതന്ത്ര്യവും അധികാരമൊക്കെ ഉൾക്കാരാണ് കൊടുത്തത് അത്ഭുതം തോന്നും. എന്ന് മാത്രമല്ല ധാരാളം പുത്രന്മാർ രാജാക്കന്മാർക്കുള്ളതായി പുരാണങ്ങളിൽ അനവധി കാണാം. 1000 പുത്രന്മാരുണ്ടായിരുന്നു, 1,00,000 പുത്രന്മാരുണ്ടായിരുന്നു ഒക്കെയുള്ള കഥകളുണ്ട്. അവിടെയൊക്കെ സാധാരണ എല്ലാ കുടുംബങ്ങളിലും മൂത്തപുത്രനെ രാജാവാക്കുകയാണ് വളരെ സ്വാഭാവികമായ രീതി. എല്ലാവർക്കും രാജ്യം കിട്ടുകയും പുഴത്ത് കൊടുക്കുന്നതായിട്ട് ചില ദിക്കിൽ കാണാമെന്നല്ലാതെ മൂത്തപുത്രനെ രാജാവാകുക, എല്ലാവർക്കും രാജസ്ഥാനം കിട്ടുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസംഭവ്യമാണ്. അങ്ങനെ ഇരിക്കെ ഇതിനൊരു വലിയ ഭീഷണിയായിട്ട് നമ്മൾ എന്തിനു പറഞ്ഞു കൊണ്ടുവരുന്നു നമുക്ക് അത്ഭുതം തോന്നാം. എന്നാലും അവൾ പറഞ്ഞു, അതുകൊണ്ട് നിൻ്റെ കാര്യം കഷ്ടമായി തീരാൻ ചെയ്യുക, ആ കൗസല്യ സുഖമായിരിക്കും. കൗസല്യാതോ അതിരിത്തം ശുശ്രൂഷതോ ബഹു രാജ്യം വിധി രാമസ്യ ഭരതസ്യാവിഹന്യത. നീ വിചാരിക്കുന്നത് രാമൻ രാജ്യം കിട്ടിയാൽ അത് ഭരതനും കിട്ടിയതുപോലെയാന്നൊക്കെ നിൻ്റെ ബുദ്ധിയില്ലായി കൊണ്ട് നീ വിചാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഭരതൻ്റെ കാര്യം കഷ്ടമായി തീരുന്നില്ല. അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹത്തെ ചൂഷണം ചെയ്യാൻ, അതിനെ പറഞ്ഞ് വർദ്ധിപ്പിക്കുകയാണ് അവിടെ ചെയ്തത്. എന്ന് മാത്രമല്ല ഭരതൻ ഈ രാജ്യത്ത് നിന്ന് ഈ രാജാവ് തൽക്കാലം അകറ്റി നിർത്തി. ഈ ഭരതനില്ലാത്ത നിൻ്റെ പുത്രൻ രാജ്യത്തില്ലാത്ത സമയത്ത് തന്നെ ഈ അഭിഷേകം നിശ്ചയിച്ചതിൽ തന്നെ വലിയ കാപട്യവും കളവും ക്രൂരതയുണ്ട്. കാരണം ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമൊക്കെ ഭരതന് നഷ്ടപ്പെടും. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ആൾക്ക് സ്നേഹസൗഹാർദ്ദങ്ങളൊക്കെ വർദ്ധിക്കുള്ളൂ. ഭരതൻ രാജ്യത്തില്ലാതിരുന്നാൽ പിന്നെ ആർക്കും ഭരതനോട് താല്പര്യം ഉണ്ടാവില്ല, ആളുടെ സാന്നിധ്യം പോലും ആൾ അറിയില്ല. അങ്ങനെ നിൻ്റെ മകനെയും നിന്നെയും അനാഥനാക്കി തീർക്കുകയാണ് രാജാവ് ചെയ്യുന്നത്. ഇതൊന്നും അറിയാതെ ദുർബുദ്ധിയായ നീ ഇങ്ങനെ കിടക്കുകയാണല്ലോ, ഞാൻ കേമത്തെയാണ് വിചാരിച്ചിട്ട് എന്നൊക്കെ അവൾ വീണ്ടും വീണ്ടും പറയാൻ. സന്നികർഷ സൗഹാർദ്ദൻ്റെ ആയതേ സ്ഥാപരേഷിവാം. അടുത്തടുത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ ഇവരാണല്ലോ ചുറ്റിപ്പണിലൊക്കെ ചെയ്യുക. അതേപോലെ അടുപ്പമുണ്ടെങ്കിലേ സ്നേഹവും വർദ്ധിക്കുള്ളൂ. ഭരതനെ സ്വന്തം അമ്മയുടെ രാജ്യത്തേക്ക് അയച്ചിട്ട് ഈ രാജാവ് ജനങ്ങളിൽ നിന്ന് ഭരതനെ അകറ്റിക്കളയാണ് ചെയ്തത്. നിൻ്റെ മകനെയും നിന്നെയും അപമാനിക്കാൻ രാജാവ് ചെയ്യുന്നത്. നീയാകട്ടെ അതൊക്കെ കണ്ട് സന്തോഷിക്കുന്നു. എനിക്ക് അത് കണ്ടിട്ട് വലിയ ദുഃഖമുണ്ടെന്ന്. ഞാൻ നിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പറയാൻ. അതുകൊണ്ട് അഭിദ്രുതവിവാരണ്യേ സിംഹേന ഗജയോധവാ എന്ന് പറഞ്ഞു. ദർപ്പം നിരാഗതം പൂർവം ത്വയാ സൗഭാഗ്യവത്തയാ രാമമാതാ സപത്നീവേ കഥം വൈരന്നയാപയ. പണ്ട് ഞാനാണ് പ്രിയങ്കരിയായ, അത് ആവർത്തിച്ച് പറഞ്ഞത് ആ സാപത്ന്യ മത്സരത്തെ വർദ്ധിപ്പിക്കാനാണ്. ഞാൻ കേമത്യാണെന്ന് വിചാരിച്ചിട്ട് നീ പണ്ട് സൗഭാഗ്യത്തിൻ്റെ ആധിക്യം കൊണ്ട് ആ രാമമാതാവായ കൗസല്യെ വകവെക്കാതെ നീ പലതും ചെയ്തിട്ടുണ്ടാവാം. അതിനൊക്കെ പ്രതികാരം വിട്ടാതിരിക്കുമോ ആ കൗസല്യ?
താൻ രാജമാതാവുകയും രാജാവിൻ്റെ അമ്മ എന്നുള്ള സ്ഥാനം കൗസല്യക്ക് ഉണ്ടാവുക. രാജമാതാവ് എന്നത് വലിയ സ്ഥാനമാണ്. ആ സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ആ കൗസല്യം ഇതിനോട് പ്രതികാരം ചെയ്യാതിരിക്കുമോ? നീ ഇതെന്ത് ആലോചിക്കുന്നുണ്ടോ? നീ ഭരതനോടൊപ്പം ദയനീയമായി പരാജയപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് എപ്പോഴാണോ ഭരതൻ്റെ രാമൻ്റെ രാജ്യാഭിഷേകം നടക്കുന്നത്, അന്ന് ഭരതൻ്റെ കഥ കഴിഞ്ഞെന്ന് വിചാരിക്കൂ. അതുകൊണ്ട് ഞാൻ നിന്നോട് ഉപദേശിക്കുകയാണ്, സ്വന്തം പുത്രൻ്റെ രാജ്യം ലഭിക്കാൻ വേണ്ടിയിട്ടും മറ്റവനെ, അതായത് രാമനെ നാട് കടത്താൻ എന്ത് വേണമെന്ന് ആലോചിക്കാൻ ഇപ്പോൾ വേണ്ടത്. യഥാതരാമ പൃഥിവീം അവാപ്സ്യതേ പ്രഭുത്വ രത്നാകരശൈല സംയുതാം തദാകി വിശ്വസ്യ ശുഭം പരാഭവം സഹൈവ ദീന ഭരതേന ഭാമിനി. സമ്പൽസമൃദ്ധമായ അയോധ്യയും ഈ രാജ്യം മുഴുവൻ രാമന് കിട്ടിക്കഴിയുന്നത് എപ്പോഴാണോ അന്ന് നിൻ്റെ കഷ്ടകാലം തുടങ്ങും. നീ അതൊന്നും ആലോചിക്കുന്നില്ല. അതുകൊണ്ട് അതിനുള്ള വഴിയൊക്കെ ഉണ്ട്, വേണേൽ കണ്ടെത്താൻ കഴിയുമെന്ന് സൂചിപ്പിക്കാൻ. അതുകൊണ്ട് ഭരതനെ രാജ്യാധിപതിയാക്കാനും രാമൻ അകറ്റിക്കളയാനുള്ള വഴികളൊക്കെ വേണമെങ്കിലുണ്ട്. അതുകൊണ്ട് അത് നന്നായിട്ട് ആലോചിക്കുമോ. ധ്രുവം പ്രതിഷ്ഠോ ഭരതോ മുഞ്ജതി അതോ ഹി സഞ്ജിന്റെ രാജ്യം ആത്മജേവനസ്യ വിഭാസ കാരണം. അപ്പം അതിനുള്ള വഴികളൊക്കെ ഉണ്ടെന്ന് സമർത്ഥമായി സൂചിപ്പിക്കുകയാണ് ഇവിടെ മന്ഥന ചെയ്തത്. ഇത് കേട്ടതോടു കൂടിയിട്ട് കൈകേയിയുടെ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടായി. അവൾ നേരത്തെ പ്രകടിപ്പിച്ച ഭാവത്തിന് വിരുദ്ധമായൊരു ഭാവം പ്രകടിപ്പിക്കുന്നതായി നമുക്ക് കാണാം. അടുത്ത സർഗത്തിൽ കൈകേയിയുടെ പ്രതികരണവും തുടർന്നുള്ള സംഭവങ്ങളൊക്കെയാണുള്ളത്. അത് തുടർന്നുള്ള പ്രഭാഷണം കേൾക്കാം. തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.